അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു യാത്ര വേറെ എവിടത്തേക്കുമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ മൂവി ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ദൃശ്യം 3 കാണാൻ വേണ്ടി പോവുകയാണ്. 5 മണിക്കാണ് ഷോ. അങ്ങനെ തിയേറ്ററിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഓൾറെഡി ബുക്ക് ചെയ്തതുകൊണ്ട് ടിക്കറ്റ് കിട്ടി. ഹൗസ്ഫുള്ളാണ് ഷോ ഓടുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ ഫുള്ളായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ദൃശ്യം 3 പടം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പടം കണ്ടതിന് ശേഷം പറയാം. അപ്പോൾ പടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല പോയത്, എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അഭിപ്രായം നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് പടം എന്ന് അവരോട് തന്നെ ഫസ്റ്റ് അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഫ്രണ്ട്സ്, അവർക്കൊക്കെ പടം ഇഷ്ടമായി. പേഴ്സണലി എനിക്കും ഇഷ്ടമായി കേട്ടോ. അവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വാച്ചബിൾ മൂവിയാണ് ദൃശ്യം 3. പടത്തിൻ്റെ ഒരു നരേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം നമുക്ക് ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ടൊരു സ്ലോ ബേസിലാണ് പടം പോകുന്നത്. ആ സ്ലോ ബേസ് നമുക്ക് ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. അന്നായാലും ഇന്നായാലും ലാലേട്ടൻ തന്നെ. അയ്യൊരു ആക്ടിങ് വേറെ ലെവലാണ് ലാലേട്ടൻ അഭിനയിച്ചത്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് എങ്ങനെ ആക്ട് ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ലാലേട്ടൻ. ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ, ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം ഫീലിംഗ് തന്നെയാണ്. അതുകൊണ്ട് സ്ലോ ബേസ് ആണെങ്കിലും നമുക്ക് ബോറടിക്കില്ല. ഒരു കുടുംബ ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ബേസ് തന്നെ നമുക്ക് പടം തുടങ്ങാൻ സാധിക്കുള്ളൂ. ആ ലെവലിൽ കൊണ്ടുപോയാലേ പടം അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ലെവലിൽ കൂടുതൽ ഇമോഷണൽ കണക്റ്റഡ് ആണ് പടം. അങ്ങനെയാണ് പടം തുടങ്ങുന്നത്. പിന്നെ മോനെ, ഇൻ്റർവെൽ ബ്ലോക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പടത്തിൻ്റെ ലെവൽ അങ്ങ് മാറും. ഒരു സ്പാർക്ക് അങ്ങ് ഇട്ട് തരും. ഒരു തീയും കത്തിച്ച് അങ്ങ് ഒരാളങ്ങ് വരും, ഒരു വില്ലൻ അങ്ങ് വരും. നമ്മൾ കുഞ്ഞിക്കുരല്ല വാസുവട്ടനെ പോലെ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതൊരു തിയേറ്റർ കത്തിച്ചു എന്ന് തന്നെ പറയാം. ആ ലെവലിലാണ് ഇൻ്റർവെൽ കൊണ്ടുപോയി നിർത്തുന്നത്. അവിടുന്ന് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു കാര്യം ബേസ് ചെയ്തിട്ടുള്ള ഒരു പോക്കാണ് പടത്തിൻ്റെ. അവിടെ നമുക്ക് ലാലേട്ടൻ്റെ ആക്ടിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ മീന, അതേപോലെ 2 കുട്ടികളായിട്ട് അഭിനയിച്ചവർ എല്ലാവരും പൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിദ്ദിഖ് കുറച്ച് ടെററാണ് കേട്ടോ ഇതിൽ. ആശാ ശരത്ത് കുറച്ച് റോള് കുറവാണ്. ഇല്ല എന്നല്ല, ഇവിടെ സിദ്ദിഖിന് കുറച്ച് ടെറർ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് 20-25 മിനിറ്റ്സ്, അത് ശരിക്കും നമുക്ക് തിയേറ്ററിൽ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ലെവലിലാണ് ജിത്തു ജോസഫ് ഈ പടം ഒരുക്കി വെച്ചിട്ടുള്ളത്. അടിപൊളി ത്രില്ലാണ്. നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ കണ്ടതുപോലെ ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞ ഒരു 20-25 മിനിറ്റ്സ് ക്ലൈമാക്സ് നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. അത് തന്നെയാണ് തിയേറ്ററിൽ നമുക്ക് രോമാഞ്ചം തരുന്ന ഒരു ലെവൽ ഐറ്റം നമുക്ക് ഈ ദൃശ്യം 3 നമുക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ദയവേത് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ചബിൾ മൂവി തന്നെയാണ് ദൃശ്യം 3. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ജോർജ് കുട്ടീൻ്റെ കഥ ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നി ഇത് ഇങ്ങനെ കൊണ്ടുപോകണോ. കാരണം സിറ്റുവേഷൻ, ഒരാളുടെ മാനസികാവസ്ഥ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതിവിടെ ഏതോടുകൂടി ഇത് നിർത്തിയാൽ മതി എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഈ പടം കാണുമ്പോൾ നമുക്ക് ഫീലാവും കേട്ടോ. എനിക്ക് ഫീലായി. പക്ഷേ ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ദൃശ്യത്തിൻ്റെ തുടർച്ച ദൃശ്യം 4 ഉണ്ടാവുന്ന രീതിയിലാണ് പടം എൻഡാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി പടം കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് വാച്ചബിൾ മൂവിയാണ് ദൃശ്യം 3. പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. എല്ലാവരും എൻജോയ് പടം കാണുക. ഓക്കെ.